പാലക്കാട് മലമ്പുഴയിൽ കാട്ടാന ആനയെ ഉൾവനത്തിലേക്ക് കടത്താൻ ശ്രമിച്ച വനംവകുപ്പ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചെയ്യുന്നത്. ശ്രീജിത്ത്, വനംവകുപ്പിന്റെ ശ്രമങ്ങൾ തുടരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസമാണ് മുണ്ടൂരിൽ കയറാംകോട് ഞാറക്കോട് എന്ന സ്ഥലത്ത് കുമാരൻ എന്ന ഒരു 61 വയസ്സുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീടിന് സമീപത്തേക്കായിരുന്നു ഈ കാട്ടാന എത്തിയിരുന്നത്. ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടമുണ്ട് എന്ന് നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞിരുന്നു. ഇതിനൊക്കെ ചേർന്ന് കിടക്കുന്ന മേഖലയാണ് മലമ്പുഴ, ധോണി അടക്കം ചേർന്ന് കിടക്കുന്ന മേഖല തന്നെയാണ് ഈ മുണ്ടൂരും. ഇപ്പോൾ മലമ്പുഴ ട്രാക്കിന് സമീപത്താണ് ഈ കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് ഇപ്പോൾ പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ ആന ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്താൽ മാത്രമേ അപ്പുറത്തേക്ക് ആനയ്ക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആന ഇതുവരെ ട്രാക്ക് ക്രോസ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുളിക്കൊമ്പൻ എന്ന നാട്ടുകാർ പേരിട്ട് അല്ലെങ്കിൽ വനവകുപ്പ് പേരിട്ട് വിളിക്കുന്ന ആനയാണ്. അല്പം അപകടകാരിയായ ആനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരന്തരം ഇത് ജനവാസ മേഖല, കഞ്ചിക്കോട്, മലമ്പുഴ, മുണ്ടൂരടക്കം ജനവാസ മേഖലയിലേക്ക് ഈ ആന ഇറങ്ങുന്നത് പതിവാണ്. പക്ഷേ ഏതാനയാണ് ആ കാട്ടാന ആക്രമണം നടത്തിയ ഒരാളെ കൊന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ സാഹചര്യം ഉണ്ടായത് ഏത് ആനയാണെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ ഇപ്പോഴും പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാട്ടിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ മഴ പെയ്തിട്ടും കാട് കയറി പോകുന്നില്ല എന്നതാണ് വസ്തുത. എന്തായാലും വനം വകുപ്പ് വാച്ചർമാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ആനയെ കാട് കയറ്റാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് ഫലം കണ്ടിട്ടില്ല. പടക്കം പൊട്ടിക്കുക അല്ല വേണ്ടത്. നേരത്തെ CPIM ജില്ലാ കമ്മിറ്റി അംഗവും അവിടുത്തെ മുണ്ടൂരിലെ നേതാവുമായ PA ഗോകുൽദാസ് വരെ വെടിവെച്ച് റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ച് കാട് കയറ്റണം എന്ന തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയാണ്, തലവേദനയാണ് ഈ ആന ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ട്രാക്ക് കയറ്റാനുള്ള നീക്കം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. ആന ഇപ്പോഴും ആ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ക്രിസ്റ്റീന, ശ്രീജിത്ത്, അവിടെ അത്തരത്തിൽ ആന നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അത് റെയിൽവേ ട്രാക്കൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, ജനവാസ മേഖല തൊട്ടടുത്തുണ്ട്. അത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കാനുള്ളൊരു സാധ്യത കൂടിയില്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് തൊട്ടപ്പുറത്ത് കിൻഫ്രയുടെ മേഖലയുണ്ട്. ആ കിൻഫ്രയുടെ മേഖല കടന്നാണ് കിൻഫ്രയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത മേഖല കടന്നാണ് ഇത്തരത്തിൽ കാട്ടാനകൾ കൂട്ടമായ രീതിയിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ ഒരു ഒറ്റക്കൊമ്പൻ ഇറങ്ങി ദേശീയപാതയുടെ സമീപത്ത് വരെ എത്തുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി. അതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം. അതിനെ തുരത്താൻ വലിയ തോതിലുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. അതിനെ പിന്നെ കാട് കയറ്റി ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുകയാണ് വനംവകുപ്പ് ചെയ്തത്. അതൊരു മിഷനായിരുന്നു. ആ മിഷൻ എന്തായാലും ഫലിച്ചു. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ഇപ്പോഴും 14 സംഘം ആ മേഖലയിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ ആനക്കുട്ടികളടക്കമുണ്ട്. ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. കൊട്ടാമുട്ടി പോലുള്ള കഞ്ചിക്കോട്ടെ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിയ ആനകൾ അവിടെ കൃഷി നശിപ്പിക്കുന്നു, വീടുകളുടെ പരിസരത്തേക്ക് എത്തുന്നു. അങ്ങനെയുള്ള പരാതികളൊക്കെ നിലവിലുണ്ട്. ഇപ്പോൾ ട്രാക്കിന് സമീപത്താണ് നിൽക്കുന്നത്. ആ റെയിൽവേ ഗതാഗതം പോലും ഒരുപക്ഷെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന തരത്തിലേക്കൊക്കെ പലപ്പോഴും കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ നീളുന്നുണ്ട്. എന്തായാലും അടിയന്തരമായ ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആനയെ കാണുമ്പോൾ നാട്ടുകാർ അറിയിക്കും, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരും, പടക്കം പൊട്ടിക്കും, ആനയെ താൽക്കാലികമായി കാട് കയറ്റും അല്ലെങ്കിൽ ആനകളെ താൽക്കാലികമായി കാട് കയറ്റും. പക്ഷേ പിന്നെയും ഈ കാട്ടാനകൾ ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു സ്ഥിരം സംഭവമാണ്. മരണങ്ങൾ പലത് കഴിഞ്ഞു. ഏതാണ്ട് അലൻ എന്ന ചെറുപ്പക്കാരൻ അതേ പ്രദേശത്ത് മുണ്ടൂർ കയറാംകോട് മരിച്ച് മാസങ്ങൾ പിന്നിടുന്നതിന് മുൻപ് കുമാരൻ എന്ന 61 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ മരണങ്ങൾ പലത് കഴിഞ്ഞു. പക്ഷേ ആനകളെ കാട് കയറ്റാൻ ഒരു ശാശ്വത പരിഹാരത്തിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ആനകളെ പൂർണ്ണമായി ട്രാക്ക് ചെയ്യാൻ അവിടെ ഒരു കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ആനകളെ ട്രാക്ക് ചെയ്യണമെന്നായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിച്ചപ്പോൾ ഉണ്ടായ മന്ത്രിതല യോഗത്തിലടക്കം എടുത്ത തീരുമാനം. പക്ഷേ അതൊന്നും തന്നെ നടപ്പാവുന്നില്ല. ഈ ഒരു പരിശോധനാ സംവിധാനം, ട്രാക്കിംഗ് സംവിധാനം കൃത്യമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്ത് തുടരുന്നുണ്ട്. ആനയെ ഉടൻ തന്നെ കാട് കയറ്റാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്, അതുപോലെ തന്നെ ഈ ആന ഇപ്പോൾ ട്രാക്കിനടുത്താണല്ലോ നിൽക്കുന്നത്. ഈ വിവരം റെയിൽവേയെ അറിയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വനംവകുപ്പിന്റെ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ റെയിൽവേ ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ? റെയിൽവേ വിവരം സാധാരണ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കാറുണ്ട്. പക്ഷേ ഇതൊരു പതിവ് കാഴ്ചയാണ് ക്രിസ്റ്റ്യൻ. ഇത് ആ പ്രദേശം മലമ്പുഴ അല്ലെങ്കിൽ കഞ്ചിക്കോട്, കൊട്ടാമുട്ടി പോലുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് അത്ര പുതുമയുള്ള കാഴ്ചയൊന്നുമല്ല. ആന ആ പ്രദേശത്തൂടെ കടന്നു വരും, റെയിൽവേ ട്രാക്ക് കടന്ന് അങ്ങോട്ട് പോകും, ഉൾവനത്തിലേക്ക് പോകും, തിരിച്ച് രാത്രിയോടുകൂടി ഇങ്ങോട്ട് തന്നെ തിരിച്ച് മടങ്ങിയെത്തും, ജനവാസ മേഖലയിലെത്തും. ആ മേഖലയിൽ വീണ്ടും ഇത്തരത്തിൽ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കും, വീടുകളുടെ പരിസരത്തേക്ക് എത്തും. അതിനുശേഷം വീണ്ടും പുലർച്ചെയാകുന്നതോടുകൂടി അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകും. അങ്ങനെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ മേഖല
മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റെയിൽവേ അറിയിക്കാറുണ്ട്. ആ സമയത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ റെയിൽവേ അറിഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഗതാഗതം അല്ലെങ്കിൽ ചരക്ക് വണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വണ്ടിയോ ആണെങ്കിൽ അത് അവിടെ പിടിച്ചിടാറുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ മാത്രമേ കഴിയുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് റെയിൽവേ അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അപകടകരമായ രീതിയിലുള്ള ഒരു യാത്ര തന്നെയാണ് റെയിൽവേക്കും ട്രെയിനും അതിലൂടെ നടത്തേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാട്ടാനകൾ സ്ഥിരമായി ഈ മേഖലയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നു എന്നത് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത്. എന്തായാലും ഒരു ശാശ്വത പരിഹാരം വേണം. സാധാരണ വേനൽക്കാലത്ത് തിരിച്ച് അവിടെ കാട്ടിൽ വെള്ളമോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ വസ്തുക്കളോ ഇല്ലെങ്കിൽ പോകാറാണ്. തിരിച്ച് വന്നു കഴിഞ്ഞാൽ മഴക്കാലമാകുന്നതോടുകൂടി തിരികെ മടങ്ങാറുണ്ട്. പക്ഷേ ഈ കാട്ടാനക്കൂട്ടം ഒരു 14-അംഗ സംഘം ആ മേഖലയിലുണ്ട്. പക്ഷേ ഈ ചുള്ളിക്കൊമ്പൻ ആ സംഘത്തിൽപ്പെടുന്ന ആളല്ല എന്നാണ്, ആനയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഘം ഇതുവരെ മടങ്ങിയിട്ടില്ല. ശരി, പാലക്കാട് മലമ്പുഴയിൽ കണ്ട കാട്ടാന അത് റെയിൽവേ ട്രാക്കിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. വനം വകുപ്പ് അധികൃതർ അവിടെയുണ്ട്. ഞങ്ങളുടെ ക്യാമറാമാൻ രാജീവ് സുദേവ് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിവരങ്ങൾ നൽകിയത് ശ്രീജിത് ശ്രീകുമാരനാണ്.